പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം 15 ദിവസമാക്കി ചുരുക്കിയതിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. സർക്കാർ ഒളിച്ചോടുന്നുവെന്ന് സമാജ്വാദി പാർട്ടിയുടെ കുറ്റപ്പെടുത്തൽ. മോദി സർക്കാരിന് പാർലമെന്റോ ഫോബിയെന്ന് തൃണമൂൽ കോൺഗ്രസ്. PR അരവിന്ദ് വിശദാംശങ്ങളുമായി. അരവിന്ദ്, എന്തുകൊണ്ടാണ് 15 ദിവസത്തേക്ക് ഈ ശീതകാല സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത്? അരവിന്ദിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഏതായാലും വലിയ തരത്തിലുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കാരണം എന്തിനാണ് ഈ 15 ദിവസമാക്കി ചുരുക്കുകയാണെങ്കിൽ എന്തിനാണൊരു സമ്മേളനം എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടല്ലോ. സേഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന് ചോദിക്കാനുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട് ഉന്നയിക്കാൻ, ഒളിച്ചോരി അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒളിച്ചോട്ടമാണോ എന്ന് സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. ആ ചോദ്യങ്ങളോട് എങ്ങനെ സർക്കാരിന് പ്രതികരിക്കാൻ കഴിയുമെന്നതാണ് നോക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന മാത്രമല്ലേ ഉള്ളൂ, ഉത്തരങ്ങൾ ഒന്നിനും കിട്ടുന്നില്ലല്ലോ. ചോദ്യങ്ങളോട് അസ്വസ്ഥരാണ് നമ്മുടെ സർക്കാർ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും 15 ദിവസമാക്കി ശൈത്യകാല സമ്മേളനം ചുരുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, അത് തന്നെയാണ് അറിയേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഇത് ചുരുക്കുന്നത്? അല്ലെങ്കിൽ 15 ദിവസമാക്കി മാത്രം മാറ്റുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ശൈത്യകാല സമ്മേളനം? അമൃത, എന്തുകൊണ്ടാണ് ശൈത്യകാല സമ്മേളനം ഇത്തരത്തിൽ ചുരുക്കിയെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. സാധാരണ നിലയിൽ ഒരു നവംബർ 20-നും 25-നും ഇടയിലാണ് ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. ഒരു മാസത്തോളം ഈ പാർലമെന്റ് ശൈത്യശാല സമ്മേളനം നീണ്ടു നിൽക്കുകയും ചെയ്തു. പക്ഷേ തീർത്തും അസാധാരണമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 1-ന് ആരംഭിച്ച് ഡിസംബർ 19-ന് തീരുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സമയക്രമം. അങ്ങനെയാണെങ്കിൽ 15 പ്രവൃത്തി ദിനങ്ങൾ മാത്രമായിരിക്കും പാർലമെന്റ് സമ്മേളനത്തിൽ ലഭിക്കുക. അപ്പോൾ എന്തൊക്കെ ചർച്ചകൾ ചെയ്യും? അല്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്തിരിഞ്ഞോടാനാണോ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സമയം വെട്ടിച്ചുരുക്കിയെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ട്രംപിനെ ഭയക്കുന്നു, അതുപോലെ തന്നെ വിവിധ ചോദ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. എന്തായാലും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അടക്കമാണ് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന് പാർലമെന്റോ ഫോബിയയാണ്. പാർലമെന്റ് ചേരുവാനോ അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനത്തിൽ കൃത്യമായി ഉത്തരങ്ങൾ നൽകാനോ അവർ ഭയപ്പെടുന്നു എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചോദ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒളിച്ചോടുന്നു എന്ന വിമർശനം സമാജ്വാദി പാർട്ടി ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ ട്രംപിന്റെ അവകാശവാദം അടക്കം കൃത്യമായി ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നെങ്കിലും ആ വിഷയങ്ങളിലൊന്നും കൃത്യമായി നിലപാട് വ്യക്തമാക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. തുടർന്ന് സഭാ സമ്മേളനം ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് ചേരുവാൻ സാധിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് 11 വർഷങ്ങൾക്കിടെയുള്ള ഏറ്റവും കുറഞ്ഞ ശൈത്യകാല സമ്മേളനത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഡിസംബർ 1-ന് ഈ സമ്മേളനം ആരംഭിക്കും. എന്തായാലും തങ്ങളുടെ ചോദ്യങ്ങൾ തുടരും. കൃത്യമായി തങ്ങൾക്ക് മറുപടി ലഭിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിശദീകരണം നൽകാതെ എന്തിനാണ് ഇത്തരത്തിൽ ശൈത്യകാല സമ്മേളനം വെട്ടിച്ചുരുക്കിയെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. വായു മലിനീകരണമാണോ കാരണം, അല്ലെങ്കിൽ ട്രംപിനെ ഭയക്കുന്നത് കൊണ്ടോ ആണോ കാരണമെന്ന ചോദ്യവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. യൂസഫ് പിള്ളയിൽ ചോദിക്കുന്നു, അല്ലെങ്കിൽ തന്നെ എന്താണ് പാർലമെന്റിൽ ചർച്ച ചെയ്യാറുള്ളത്? BJP തീരുമാനമെടുക്കുന്നു, അത് നടപ്പാക്കുന്നു എന്ന്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഒരു മാസം ചേർന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യും, പോസിറ്റീവായി എന്തെല്ലാം വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും, പ്രധാനമന്ത്രി എത്ര തവണ അപ്പിയർ ചെയ്യും, ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമായി കിടക്കുകയാണല്ലോ.